രണ്ടാമത് ഒരു കാര്യമുള്ളത്, നല്ല വായുസഞ്ചാരമുള്ള സ്ഥലത്ത് വേണം ഇതിടാനായിട്ട്. പിന്നെ വേറൊരു കാര്യമുള്ള എന്താണെന്ന് വെച്ചാൽ, സാമ്പത്തിക ഭദ്രത കൂടിയ കൃഷിക്കാരാണെങ്കിൽ അവർ വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ ഒട്ടുപാല വിൽക്കുകയുള്ളൂ. ഓരോ ദിവസം കിട്ടുന്നതെല്ലാം ശകലം ഉണങ്ങി കഴിയുമ്പോഴത്തേനും അതെല്ലാം നമ്മൾ മുറിക്കാത്ത കൊണ്ട് ഇങ്ങനെ കൂട്ടിയിടും. കൂട്ടിയിട്ട് ഈ പച്ച ഒട്ടുപാലും ഉണക്ക ഒട്ടുപാലും എല്ലാം മിക്സ് ചെയ്ത് കിടക്കുന്ന നിങ്ങൾ വരും. അപ്പം അങ്ങനെ ആകുമ്പോഴത്തേക്ക് ഫാക്ടറിയിലൊക്കെ ഒരുപാട് അസൗകര്യം ഉണ്ടാക്കും. നല്ല ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് ബുദ്ധിമുട്ട് വരും. അപ്പം അതിന് പോലെ ചെയ്യേണ്ടത്, ഓരോ ദിവസം ഒട്ടുപാല് സെപ്പറേറ്റ് ആയിട്ടിട്ട് നല്ലതുപോലെ ഉണക്കി നല്ല ഉണങ്ങിയതിന് ശേഷം മാത്രമേ എവിടെയെങ്കിലും കൂട്ടിയിടാവുള്ളൂ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാമെന്നു വെച്ചാൽ, ഈ ഒട്ടുപാല് ഒന്നെങ്കിൽ ആഴ്ചയിലൊന്ന് അല്ലെങ്കിൽ മാസത്തിലൊന്ന് തീർച്ചയായിട്ടും വിറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഇത് മുഴുവന് ഇങ്ങനെ ഒരു മുറിയിൽ കൂട്ടിയിടുകയാണെങ്കിൽ നമ്മൾ വർഷാവസാനം എടുത്ത് വിൽക്കാൻ നേരം പലപ്പോഴും അരവാങ്കോ അല്ലെങ്കിൽ തൂമ്പായോ കൊണ്ടുവന്ന് ഇത് വെട്ടിപ്പൊടിച്ചെടുക്കേണ്ടി വരും. പലപ്പോഴും വാളുകൊണ്ടൊക്കെ അറുത്തെടുക്കേണ്ടി വരുന്ന ഗതികളൊക്കെ വരും. അപ്പം അതുകൊണ്ട് അതുകൂടാതെ ഇതിനകത്തെല്ലാം ചൂട് കെട്ടിക്കിടന്ന് റബ്ബറിൻ്റെ ഗുണമേന്മ ഒരുപാട് നഷ്ടപ്പെടാനും ഇടവരികയും ചെയ്യും. നമുക്കറിയാം, റബ്ബർ വലിച്ചാൽ നീളുകയും പൂർവ്വസ്ഥിതിയിലേക്ക് തിരിച്ചു വരികയും ചെയ്യണം. ഇപ്പം ഈ ഒരുപാട് കൂട്ടിയിട്ട് കഴിഞ്ഞ് ഒരു വർഷമൊക്കെ കഴിഞ്ഞ് കൊടുക്കുമ്പോഴത്തേന് ആ ഗുണമേന്മ എല്ലാം നഷ്ടപ്പെടും. ഇതെല്ലാം ഉരുകി ഒലിച്ച് ഒക്കെ ഇറങ്ങാൻ വരും. ഇങ്ങനെ ആകുമ്പോഴത്തേന് നല്ല സാധനമൊന്നും അതിൽ നിന്ന് ഉത്പാദിപ്പിക്കാൻ പറ്റാതെ ആകും. അപ്പോൾ അതുകൊണ്ട് ആ കാര്യത്തിൽ സൂക്ഷിക്കുക. പിന്നെ ഞാൻ പറഞ്ഞത്, ഉണങ്ങിയത് ഉണങ്ങാത്തതുമായ കൊണ്ട് കൂട്ടിക്കലത്തിൽ വേറെ ഇടാവുള്ളൂ. വലിയ റബ്ബർ കട്ടുകൾ ചെറുതാക്കി ഉണങ്ങുക. അപ്പം പലപ്പോഴും ഈ പാലെടുക്കാൻ വിട്ടുപോകുന്ന റബ്ബറിൻ്റെയോ അല്ലെങ്കിൽ ചിലപ്പം ഈ പട്ടമരപ്പുള്ള റബ്ബറിൻ്റെ ഒക്കെ ആണെങ്കിൽ ഒലിപ്പ് നിൽക്കാതെ വരും. അപ്പം അങ്ങനെ ആകുമ്പോഴത്തേന് ആ ചിരട്ട നിറച്ച് വലിയ ചണ്ടിയായിട്ട് വരും. അങ്ങനെ വലിയ ചണ്ടിയായിട്ട് ഒക്കെ ഉള്ള കട്ടകൾ മുറിച്ച് മാത്രം ഇടുക. മുറിച്ച് പല കഷ്ണങ്ങളാക്കി ഉണങ്ങുക. അങ്ങനെ വലിയ കട്ടകളൊക്കെ ചെറുതാക്കാം. പിന്നെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ചിരട്ടകൾ വൃത്തിയാക്കണം. നമ്മളിപ്പം പലപ്പോഴും ചെയ്യാറുള്ള, എല്ലാ ദിവസവും പഠിച്ച് ഈ ലാറ്റക്സ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ ഒരു ചെറിയ ഫിലിം പോലെ ഈ ചണ്ടി അവിടെ ഇരിക്കും. അത് മിക്കവാറും എല്ലാ വർഷവും അവസാനമാണ് ചിരട്ട ക്ലീൻ ചെയ്യുന്നത്. അങ്ങനെ ചിരട്ട ക്ലീൻ ചെയ്യുമ്പോഴത്തേനും കിട്ടുന്ന ആ ബ്ലാക്ക് സ്ക്രാപ്പ് അല്ല ആ ബ്ലാക്ക് ഷെല്ല്, അത് റബ്ബറിൻ്റെ ഗുണമേന്മ കൂടെ നശിച്ചതായിരിക്കും. അതൊരിക്കലും നല്ല ഒട്ടുപാലിൻ്റെ കൂടെ മിക്സ് ചെയ്യരുത്. അതുപോലെ ഈ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ചിരട്ടകൾ നല്ലത് വൃത്തിയാക്കണം. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ഉണങ്ങിയ ശേഷം വൃത്തിയുള്ള ചാക്കുകളിലോ കൂടകളിലോ മാത്രം നിറച്ച് കഴിയുന്നതും വേഗം വിപണനം ചെയ്യുക. അപ്പം ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ചാക്കുകളിലോ അല്ലെങ്കിൽ കൂടുകളിലോ മാത്രമേ നിറയ്ക്കാവുള്ളൂ. അത് ഉണങ്ങിയ ശേഷം ഉടനെ കൊടുക്കുകയും അല്ലെങ്കിൽ റബ്ബറിൻ്റെ ആ ഗുണമേന്മ നഷ്ടപ്പെട്ടു പോകും. അപ്പം അങ്ങനെ കൊടുക്കുമ്പോൾ അടുത്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പ്ലാസ്റ്റിക് ചാക്ക്, ചരടുകൾ എന്നിവ ഒരു കാരണവശാലും ഉപയോഗിക്കാതിരിക്കുക. അപ്പം അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ കട്ടി കൂടിയ പ്ലാസ്റ്റിക്കും മറ്റ് കാര്യങ്ങളൊക്കെ ഈ റബ്ബറിനും അല്ലെങ്കിൽ അതുപോലെ നല്ല ഉൽപ്പന്നങ്ങളൊക്കെ വളരെ ദൂഷ്യമായിട്ട് ബാധിക്കുന്നതാണ്. അതുകൊണ്ട് ഈ കട്ടി കൂടിയ ചരടുകളോ പ്ലാസ്റ്റിക് ചരടുകൾ ഒരു കാരണവശാലും ഉപയോഗിക്കാതിരിക്കുക. പിന്നെ പ്ലാസ്റ്റിക് ചാക്കുകളിൽ ഒരു കാരണവശാലും ഒട്ടുപാൽ നിറയ്ക്കാതിരിക്കുക. പിന്നെ പ്ലാസ്റ്റിക് ചാക്കിൻ്റെ അംശങ്ങളും പ്ലാസ്റ്റിക് ചരടിൻ്റെ അംശങ്ങളും കിടക്കുകയാണെങ്കിൽ ഈ ബ്രോക്കറുകളോ അല്ലെങ്കിൽ മറ്റു ഉൽപ്പന്നങ്ങളോ ഒക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് പൂർണ്ണമായിട്ട് ഉരുകി റബ്ബറിൻ്റെ കൂടെ മിക്സ് ആകുന്നില്ല. മിക്സ് ആകാതെ അത് വേർതിരിഞ്ഞ് കിടക്കും. അങ്ങനെ ആകുമ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഈ ട്യൂബ്ലെസ് ടയറൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേനും ആ ടയറിൽ മാലിന്യങ്ങൾ ഇരിക്കാനായിട്ട് ഇടവരും. ആ മാലിന്യങ്ങളൊക്കെ കാരണം ആ ടയറിൻ്റെ വെടി തീരാനൊക്കെ ഇടവരും. ശരിയായ രീതിയിൽ മിക്സിങ് നടക്കാതെ വരും. അപ്പോൾ അതുകൊണ്ട് ആ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കുക. പ്ലാസ്റ്റിക് ചാക്കുകളോ പ്ലാസ്റ്റിക് ചരടുകളോ ഒട്ടുപാലുമായിട്ട് ഉപയോഗിച്ച് നടത്താതെ അവ വേർതിരിച്ച് മാത്രം നിർത്തുക. പിന്നെ റബ്ബറിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ചെറിയ പ്ലാസ്റ്റിക് ഭാരം കൂട്ടാൻ കൃത്യമാർഗം അവലംബിക്കാതിരിക്കുക. പലപ്പോഴും കടക്കാർ ചെയ്യും, പല ഗ്രോവേഴ്സ് നിങ്ങളാരും ചെയ്യുന്നല്ല പറയുന്നത്, ഈ കല്ലും അതുപോലെ ഇരുമ്പിൻ്റെ കഷ്ണങ്ങളൊക്കെ ആവശ്യമില്ലാത്തതൊക്കെ ഈ പാലിൻ്റെ അകത്തിട്ട് ചെറിയ ചണ്ടി രൂപത്തിലാക്കി മാർക്കറ്റ് ചെയ്യും. അങ്ങനെ